കേരള ക്രിക്കറ്റ് ലീഗിൽ ആദ്യ സെമി ഫൈനലിൽ കൊല്ലത്തിനെതിരെ തൃശൂരിന് ബാറ്റിംഗ് തകർച്ച. 80 റൺസ് എടുക്കുന്നതിനിടെ തൃശൂരിന്റെ 8 വിക്കറ്റുകൾ നഷ്ടമായി. മഹേഷ് പോലൂർ വിശദാംശങ്ങൾ നൽകും. മഹേഷ്, ആദ്യ സെമി എത്ര കണ്ട ആവേശകരമാണ് സോഫാർ? തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സൈഫുദ്ദീൻ 81 റൺസ് ചേർക്കുന്നതിനിടെ 8 വിക്കറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്യേണ്ടി വന്ന തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഗ്രീൻഫീൽഡിൽ ഉണ്ടായിരിക്കുന്നത്. ആനന്ദ് കൃഷ്ണനും അഹമ്മദ് ഇമ്രാനും മാത്രമാണ് ഇപ്പോൾ 2 അക്കം കടന്നിരിക്കുന്നത് ബാറ്റിംഗിൽ. ആനന്ദ് കൃഷ്ണൻ 23 അഹമ്മദ് ഇമ്രാൻ 13 റൺസും മാത്രമാണ് നേടിയത്. ബാക്കി എല്ലാ ബാറ്റർമാരും ഇതുവരെ 2 അക്കം കടന്നിട്ടില്ല. തുടരെ വിക്കറ്റുകൾ നഷ്ടമായി. ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത് 36 റൺസിലാണ്. പക്ഷെ പിന്നീട് 44-ലും 48-ലും 55-ലും 57-ലും 68-ലും 72-ലും 80-ലും എത്തി നിൽക്കെ തുടരെ വിക്കറ്റുകൾ നഷ്ടമായി. ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ് കൊല്ലത്തിനായി ഇന്ന് ബൌളിംഗ് ഓപ്പൺ ചെയ്തത്. അദ്ദേഹം സ്പിൻ ബൌളറാണ്. അദ്ദേഹമാണ് ഇന്ന് ബൌളിംഗ് ഓപ്പൺ ചെയ്തത്. 1 വിക്കറ്റ് സച്ചിൻ ബേബിക്ക് ലഭിച്ചു. കൊല്ലത്തിന്റെ ബൌളർമാരിൽ എടുത്തു പറയേണ്ട പ്രകടനം അമൽ ഏജിയുടേതും വിജയ് വിശ്വനാഥിന്റെയും ഒപ്പം അജയ് ഘോഷിന്റേതുമാണ്. 3 ബൌളർമാരും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. അമലേജി കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന മത്സരത്തിലും അദ്ദേഹത്തിന്റെ ഒരു മികച്ച പ്രകടനം കണ്ടിരുന്നു. 3 വിക്കറ്റ് വീഴ്ത്തി അമലേജി ഇന്നലെ മാൻ ഓഫ് ദ മാച്ചുമായിരുന്നു. ഇന്ന് വിജയ് വിശ്വനാഥ് അദ്ദേഹം 2 ഓവറിൽ 12 റൺസ് മാത്രം വഴങ്ങിയാണ് 2 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയത്. അജയ് ഘോഷ് കൊല്ലത്തിന്റെ പേസ് ബൌളറാണ്. ഡെത്ത് ഓവറുകളിൽ അവരുടെ സൂപ്പർ സ്റ്റാർ ബൌളറാണ്. അജയ് ഘോഷ് 2 ഓവറിൽ കേവലം 5 റൺസ് മാത്രം വഴങ്ങിയാണ് ഇപ്പോൾ 2 വിക്കറ്റ് വീഴ്ത്തിയിരിക്കുന്നത്. 82-8 എന്ന നിലയിലേക്ക് തൃശൂർ ഒതുങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ 4 ഓവർ കൂടിയാണ് ബാക്കിയുള്ളത്. പരമാവധി റൺസ് അടിച്ച് കൂട്ടാനാകും തൃശൂർ ശ്രമിക്കുക. പക്ഷേ കൊല്ലത്തിന്റെ ബൌളർമാർ മികച്ച രീതിയിൽ പന്തെറിയുന്നുണ്ട്. സൈഫു.